എത്താനാണ്, സൂക്ഷ്മ പരിജ്ഞാനം നേടാനാണ് എപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് സൂക്ഷ്മ പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ തിരുവഴുത്തുകൾ നന്നായി വിശദീകരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട സംഗതി പതിവായി ബൈബിൾ വായിക്കുക, വിഷാവൂരും ശ്രദ്ധാപൂർവം പഠിക്കുക, സഭയോഗങ്ങൾക്ക് നന്നായി തയ്യാറാകുക, അതുപോലെ തന്നെ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിച്ച് നന്നായി ഗവേഷണം ചെയ്ത് പഠിക്കുക. അതൊരു ശീലമാണ്. അങ്ങനെ നമുക്കൊരു ശീലം ഉണ്ടെങ്കിൽ തിരുവഴുത്തുകൾ ഫലകരമായി നമുക്ക് വ്യക്തമാക്കാൻ ആളുകൾക്ക് മുമ്പായി അത് ബാധകമാകുന്ന വിധത്തിൽ എങ്ങനെയാണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാവുന്ന വിധത്തിൽ നമുക്കത് വിശദീകരിച്ചു കൊടുക്കുന്നതിന് സാധിക്കും. കൂടെ നമ്മൾ 3-ാം നമ്പർ നിയമത്തിലേക്ക് വരികയാണ്. ഇത് നമുക്ക് മോഡിഫിക്കേഷൻ സൗകര്യമാണ്. വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് യഹോവയെ ഭയപ്പെടാനും സ്നേഹിക്കാനും കഴിയുന്നതെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ന്യായവധ പുസ്തകത്തിന്റെ 198-ാമത്തെ പേജ് 4-ാമത്തെ പാരഗ്രാഫ് മുതൽ 199-ന്റെ 1-ാമത്തെ പാരഗ്രാഫ് വരെയാണ്. ചോദിക്കാനുണ്ടായിരുന്നു, ഒരു ശക്തനായ ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ല. ബൈബിള് പഠിച്ചതിന് വളരെ ശ്രദ്ധാപൂർവ്വം ചിന്തിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്നാലും നമുക്ക് ഈ രണ്ട് ഗുണങ്ങളെ കുറിച്ച് സ്നേഹവും ഭയവും നമുക്ക് കൂടുതൽ കാണിക്കാൻ സാധിക്കും. ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയം എന്ന് പറയുമ്പോൾ പേടിക്കുക എന്നല്ല, മറിച്ച് ആരോഗ്യപരമായ ഒരു ഭയം നട്ടു വളർത്തുക എന്നത്. എന്നാൽ അതായത് ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്ന സംഗതികൾ ചെയ്തുകൊണ്ടും അപ്രീതിപ്പെടുത്തുന്ന സംഗതികളിൽ നിന്നും ഒഴിവായി ദൈവങ്ങളും നമുക്ക് കാര്യം നട്ടുവളർത്താൻ സാധിക്കും. എന്നാൽ നമുക്കതിനെ അയോധ്യ കൊടുക്കാം. സദൃശ്യവാക്യം 16-ന്റെ 6 നിങ്ങൾക്ക് വായിക്കാമോ? ദൈവം വിശുദ്ധതയും കൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടുന്നു, യഹോഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. അതോടെ യഹോഭക്തി എന്നാണ് പറയുന്നത്. പുതിയ ലോക ഭാഷാന്തരത്തിൽ യഹോഭയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഇത് ഇങ്ങനെ നമ്മളെ സഹായിക്കും. ഈ ഭക്തി ദോഷത്തെ വിട്ടകലാൻ സഹായിക്കും. അപ്പോൾ അത് നമ്മുടെ ധാർമ്മിക പ്രമാണങ്ങളിൽ നിന്നും അതിനോട് പറ്റി നിന്നുകൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ടും അവരെ അപ്രീതിപ്പെടുത്തുന്ന സംഗതികളിൽ ഒഴിവായി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കൊരു പുത്രൻ പിതാവിനെ അപ്രീതിപ്പെടുത്തുന്ന സംഗതികൾ ചെയ്യാനായിട്ട് ഭയപ്പെടും. എന്നാൽ കൂടാതെ ആ പുത്രൻ തന്നെ തനിക്ക് വേണ്ടി പിതാവ് ചെയ്തിരിക്കുന്ന സംഗതികളെ കുറിച്ച് നമുക്ക് വിലമതിപ്പ് പ്രകടിപ്പിക്കുകയും യഥാർത്ഥ സ്നേഹം പ്രകടമാക്കാൻ പ്രേരിതരാകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഭയത്തെ കുറിച്ചുള്ള ചോദിച്ചു. നമുക്കിനി അടുത്തതായി സ്നേഹത്തെ കുറിച്ച് അതിനായി നമുക്ക് തിരുവെടുത്ത് നോക്കാം. നമുക്ക് യഹോവയെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ലൂക്കോസ് 10-ന്റെ 27-ാം വാക്യം. ശരിയെന്നെ വായിക്കാമോ? ലൂക്കോസ് 10-ന്റെ 27. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അതോടെ ഈ ഭാഗം നോക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പറയുമ്പോൾ വിഭജിക്കപ്പെടാത്ത സ്നേഹം. അപ്പോൾ അത് നമുക്ക് അവനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ദൈവിക ഗുണങ്ങൾ നമുക്ക് വളർത്തിക്കൊണ്ടും അതേപോലെ ഈ ഗുണമായ സന്തോഷം, പ്രത്യാശ, ആശ്രയം, സമാധാനം, ഈ ഗുണങ്ങൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ ആത്മീയ ജാഗ്രതയ്ക്ക് തുടങ്ങി വയ്ക്കുന്ന പല സംഗതികളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കാൻ സഹായിക്കും. കൂടാതെ ഏറ്റവും മുന്തിയ ഗുണമായ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സംശയം മാറിയോ? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തെ പേടിക്കാനല്ല, ആരോഗ്യവാഹമായ ഒരു ഭയമാണ്. അത് വിധിക്കപ്പെടാത്ത സ്നേഹം കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്.
മോളെ ഇത് സോറിക്കും വളരെ നന്ദി. സോറി സാറിന്റെ നിയമ വളരെ നന്നായി തന്നെ നിർവഹിച്ചു. സാറിന്റെ പ്രസംഗത്തിൽ നമ്മൾ കണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. ഇവിടെ സ്കൂൾ പുസ്തകത്തില് 9ാമത്തെ ഗുണമായിട്ടാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉച്ചനീചത്വം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറയുന്നത് ശബ്ദത്തിന്റെ ധ്വനി വ്യത്യാസപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ വ്യാപ്തി, സംസാരത്തിന്റെ വേഗം, സ്ഥായി, ഇവയിലുള്ള മാറ്റം. ഇത് 3ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗുണം നമുക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ശരിയായ ഉച്ചനീചത്വം ഒരു പ്രസംഗത്തിന്റെ ജീവൻ പകരുകയും വികാരങ്ങളെ തട്ടിയുണർത്തുകയും പ്രവർത്തനത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഉച്ചനീചത്വം ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് വിഷയത്തിൽ യഥാർത്ഥത്തിൽ താല്പര്യമില്ലെന്ന തോന്നൽ ശ്രോതാക്കളിൽ ഉളവാക്കി. ഇവിടെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്, ഇവിടെ ശബ്ദ വ്യാപ്തി ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടതായിട്ട് വന്നേക്കാം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം പറയുന്ന സന്ദർഭങ്ങളിൽ, അതുപോലെ തന്നെ കുറച്ച് ബോധ്യം വരുന്ന ഒരു കാര്യം പറയാൻ